എന്റെ സത്യനാഥ എന്താണ് ഇത്? അങ്ങനെ ബോധമില്ല. കൂട്ടത്തിൽ നീ കുടിക്കാൻ തുടങ്ങിയാലോ? എന്റെ ചേച്ചി, ഞാൻ ഇന്നവരെ മദ്യവെച്ചിട്ട് ഈ വീട്ടിൽ വന്നിട്ടുണ്ടോ? ഇയാൾ എന്നെ കുടിപ്പിച്ചു. ഇനി ഞാൻ സ്ഥിരം കുടിക്കും. ഇവിടെ മതിയെ തെറി പറയും. മോളെ താനിങ് വന്നേ. താനിങ് വാ. ഓക്കെ എന്നോക്കെ നിങ്ങള് മനസ്സിലാക്കിക്കോ. അവള് വിളിച്ചോണ്ട് ഞാനിപ്പോ പോടും കേട്ടാ. അടിക്കാതെ വേണോ? എന്നോട് കളിച്ച് ഇങ്ങനെ ഇരിക്കും. ഞാൻ ഒരാളെ തട്ടി. സൂസു, ഞാൻ ആ വേലയും പൊളിച്ചിട്ട് വരും. തടയാൻ വന്ന പ്രസിഡന്റിനെ തട്ടും. വിളിക്കണല്ല വിളിക്കാൻ. അല്ല, ഇത് ഈ പ്രസിഡന്റ് നിർത്തണ. ഒരു പ്രസിഡന്റ് ഇതെന്റെ വഴിയാ. ഈ വഴിക്കെങ്ങാനും പ്രസിഡന്റ് വന്ന അയാള് തലമണ്ട് അടിച്ചാ പൊളിക്കും. പേട്ട തലേന്റെ വാ പൊളിച്ചത് കാരണം വേലി പൊളിക്കണ. നിനക്കൊക്കെ എന്താ മനസ്സിലാവാത്ത? എടാ വേലി പൊളിക്ക. ഞാൻ കാണിച്ചു. ഇയാൾ എന്താ ഈ കാണിക്കുന്നേ? പൊളിക്കും ഞാനിന്നല്ല. ആരടാ രണ്ട് ടോർച്ചായിട്ട് വരുന്നത്? സത്യനാഥൻ ആരോട് രാവിലെ സത്യനാഥൻ അന്വേഷിച്ചേ? സത്യനാഥൻ ഞാനാന്ന് തോന്നുന്നു സാറേ. എന്തേ? ഒന്ന് സ്റ്റേഷൻ വരെ വരാൻ എസ് സാർ പറഞ്ഞു. ഇന്നലെ നീ എന്ത് പ്രശ്നം ഉണ്ടാക്കിയത്? ഞാൻ ഇന്നലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ? ഇല്ല, നിന്റെ വർക്സിന്റെ പ്രസിഡന്റിനെ തടയെടുക്കുന്നൊക്കെ പറയണ്ടായിരുന്നു. എത്ര മണിക്കാ? ഉടനെ വരണം. ഈ പ്രസിഡന്റിനോട് ഇത്ര വൈരാഗ്യം വരാനുള്ള കാര്യം എന്താ? സത്യം പറയണോ സാറേ? അതല്ലേ നല്ലത്. ഓക്കെ, ഈ പ്രസിഡന്റ് വെറും കള്ളനാണ് സാറേ. ഈ നാട് കട്ടുമുടിക്കുന്ന ഒരു നികൃഷ്ട ജീവി. ഈ പ്രസിഡന്റിനെതിരെ ഒരു ഹൈ ലെവൽ അന്വേഷണത്തിന് വല്ല സ്കോപ്പ് ഉണ്ടോ സാറേ? He's saying the president is a thief. The president is looting the entire country. And there should be an inquiry set up against the president. And Nigrishta Jeevi. The president is a dirty animal. അദ്ദേഹത്തെ ഉപദ്രവിക്കുന്നു പറഞ്ഞു ഇന്നലെ രാത്രി. പറഞ്ഞിട്ടുണ്ടാവും. പറഞ്ഞു പോവും സാറേ. ഇയാൾ എന്താണ് ഈ നാട്ടിൽ കാണിക്കണത്? ഇങ്ങനെയാണ് ഒരു പ്രസിഡന്റ്? എന്നെ പോലെ രാജ്യസ്നേഹവും പൗരബോധമുള്ള ഒരാൾ അനീതിക്കെതിരെ പ്രതികരിക്കുന്നത് തെറ്റാണോ സാറേ? പറ സാറേ, നമ്മൾ പ്രതികരിക്കട്ടെ സാറേ. പ്രസിഡന്റ് ആണത്രേ, പ്രസിഡന്റ്. അധികാരികളെ ഭയപ്പെടുന്ന ഒരു യുവതലമുറ അല്ല സാറത്. ഹലോ ഗായ്സ്, കേരളത്തിലേക്ക് ഒരാൾ വരികയാണ്. ദ ഓണറബിൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. എന്തിനാണ് അദ്ദേഹം വരുന്നത്? അദ്ദേഹം വരുന്നത് ഒരു വൈദ്യരെ കാണാനാണ്. പേര് പറയാതെ വൈദ്യരെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഒറ്റ മുഖമാണ് ഗായ്സ്. സോ എന്തിനായിരിക്കും ഗായ്സ് പ്രസിഡന്റ് നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്? അറിഞ്ഞിടത്തോളം അദ്ദേഹത്തിന്റെ പത്നിയുടെ ആരോഗ്യനില കൂടുതൽ വഷളായിരിക്കുകയാണ്. അതിന് വൈദ്യരെ കാണുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം കൊച്ചു കേരളത്തിലേക്ക് വരുന്നത്. പ്രസിഡന്റ് വരുന്നത് വൈദ്യരെ കാണാനാണല്ലേ? അതെ, പക്ഷെ അത് അന്വേഷിച്ചില്ല. അപ്പൊ 50-ാം വർഷത്തിന് വരുന്നില്ല. ഈ പ്രസിഡന്റിന്റെ വരവും 50-ാം വാർഷികം തമ്മിൽ ഒരു ബന്ധവുമില്ല. പ്രസിഡന്റ് എന്ന് വരുന്നു അന്നായിരിക്കും 50-ാം വാർഷികം. മറ്റൊരു എക്സ്ക്ലൂസീവ് വാർത്ത കൂടെ സ്റ്റീഫൻ വ്ലോഗ്സിന് നിങ്ങളോട് പറയാനുണ്ട്. കാരണം പ്രസിഡന്റ് ഈ കൊച്ചു നാട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരാൾ അദ്ദേഹത്തിനെതിരെ ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് വേണ്ടി ഒരുക്കിയ സെക്യൂരിറ്റി ഫെൻസിംഗ് ചവിട്ടിപ്പൊളിച്ച ഒരാളാണ് അദ്ദേഹം. ആരാണ് അയാൾ? എവിടെയാണ് അയാൾ?
Sit. ബോംബുണ്ടാക്കാൻ അറിയാം അല്ലേ? ബോംബാ? ഇല്ല സാറേ. ചന്ദ്രനും ദിനേശനും ഇവന്മാര് പെട്ട ചാക്കില് കുപ്പിച്ചില്ല. ഇതെല്ലാം താങ്കളുടെ ഷോപ്പിൽ നിന്ന് കിട്ടിയതാണ്. ബോംബുണ്ടാക്കുന്ന സാധനങ്ങൾ. സാറേ, ഇത് ബോംബുണ്ടാക്കാൻ വാങ്ങിച്ചതല്ല. ഈ കരിമരുന്നും ആസിഡും ഈ കുപ്പിച്ചിലൊക്കെ ഉണ്ടല്ലോ, എനിക്ക് ഫർണിച്ചറിന്റെ ഷോപ്പാണേ, അതിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനതൊക്കെ വാങ്ങിച്ചത്. ഫർണിച്ചർ ബിസിനസ്സിന് ഇതെന്തിനാ? അത് ഈ ഫർണിച്ചറിനൊരു ആന്റിക് ലുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാ ഞാനതൊക്കെ ഉപയോഗിക്കാറ്. അത് തട്ടിപ്പല്ലേ? അത് സാറേ, ആന്റിക് ലുക്ക് ഉണ്ടെങ്കിലേ കാശുള്ള ആൾക്കാര് നമ്മൾ പറയണ വിലയ്ക്ക് അത് വാങ്ങിക്കും. പിന്നെ കാശുള്ളതിന്റെ കൊഴുപ്പല്ലേ സാറേ പാവപ്പെട്ടവന്റെ പിഴപ്പ്. എന്റെ പൊന്ന് സാറേ, എനിക്കറിയാവുന്ന ഹിന്ദിയിൽ ഞാൻ ഇവരോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയതാ. ഞാൻ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് കാര്യം പറഞ്ഞിട്ടുള്ളൂ, ഇന്ത്യൻ പ്രസിഡന്റ് കാര്യം ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. സത്യം പറഞ്ഞാല് ഇപ്പോഴത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആരാന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. ഹിസ്റ്ററിയാണല്ലേ പഠിച്ചത്? അതെ സാറേ. ഇത് താങ്കളുടെ ആൻസർ ഷീറ്റിന്റെ കോപ്പിയാണ്. ആൻസർ ഷീറ്റാ? ഇതെങ്ങനെ അവന്മാരുടെ കയ്യിലൊന്നും? നമ്മുടെ രാജ്യത്ത് സംഭവിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഏത് കാലഘട്ടത്തിൽ ഏത് സ്ഥലത്ത് എന്ന് കൃത്യമായി എഴുതി നല്ല മാർക്കം വാങ്ങിച്ചിട്ടുണ്ടല്ലോ. ഇന്ത്യൻ പ്രസിഡന്റിന്റെ പേര് പോലും അറിയാത്ത ഒരാൾ ഹിസ്റ്ററിക്ക് ഇത്രയധികം മാർക്ക് എങ്ങനെയാ വാങ്ങിയത്? മുഴുവൻ കോപ്പി അടിച്ച് എഴുതിയതാണോ? അതെ സാർ. ഞാൻ ഈ തുണ്ടിലൊക്കെ എഴുതി കൊണ്ടുപോകും. എനിക്ക് ഈ സ്ഥലങ്ങളുടെയും ആളുകളുടെ പേരും ഒന്നും അങ്ങോട്ട് തലയിൽ നിൽക്കില്ല. അടുത്തെന്താണാവോ? ജാതകമായിരിക്കും. കോളേജിൽ പഠിക്കുമ്പോൾ ഒരു മർഡർ കേസിൽ സത്യനാഥന്റെ പേര് പരാമർശിച്ചിട്ടുണ്ട്. അന്ന് അതിലറിയാണ്ട് വിട്ടുപോയതാ. പിന്നീട് എന്നെ അതിൽ നിന്ന് ഒഴിവാക്കി. സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ഒരു സാധാരണക്കാരനാണ് സാറേ ഞാൻ. താങ്കളെ അറിയാവുന്നവർ പറയുന്നത് അങ്ങനെയല്ലല്ലോ. ഞാൻ ഈ അവസ്ഥയിലാവാൻ കാരണം ഈ ചെറുക്കൻ ഒറ്റൊരുത്തനാ. പഞ്ചായത്ത് പ്രസിഡന്റ് കള്ളനാണെന്ന് അയാളുടെ മുഖത്ത് നോക്കി പറഞ്ഞു. അതുമാത്രമല്ല, പാർട്ടി പ്രസിഡന്റ് വെട്ടും കുത്തുമൊക്കെ നടത്തുന്ന ആളാണെന്ന് അവരുടെ ആഫീസിൽ ചെന്ന് പറഞ്ഞു. പ്രസിഡന്റ് എന്ന് കേട്ട അവന് പ്രാന്ത. കണ്ടാലൊരു നിഷ്കളങ്കനാണെന്നൊക്കെ തോന്നുമെങ്കിലും ആ ചെറുക്കനൊരു ഭീകരനാ സാറേ. എല്ലാ പ്രസിഡന്റുമാരെ അവൻ തട്ടും.